ഇത് മാസ് മോട്ടോഴ്സിലാണ് ഹോണ്ട യൂണിക്കോൺ നമ്മൾ വർക്കിന് ചെയ്തിട്ടുണ്ട്. നമുക്കതിനകത്ത് മെയിനായിട്ട് പറഞ്ഞാൽ വർക്ക് എന്ന് പറഞ്ഞാൽ സെൽഫ് ചെക്ക് ചെയ്യുക, വാട്ടർ സർവീസ് ചെയ്യണം, അത് ചെയിൻ കവർ അഴിച്ച് 7 ദിവസം പറഞ്ഞിട്ടുണ്ട്, ചെയിൻ ചെക്കപ്പ് പറഞ്ഞിട്ടുണ്ട്, എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്തിട്ട് മാറ്റാം, സ്പീഡോമീറ്റർ ചെക്ക് ചെയ്യുക, ജനറൽ സർവീസ്. ഇത്രയാണ് മെയിനായിട്ട് പറഞ്ഞാണ് വർക്ക് കേട്ടോ. സെൽഫിൻ്റെ കംപ്ലയിൻറ്റ് എന്താണെന്ന് വെച്ചാൽ സെൽഫ് കംപ്ലയിൻറ്റ് ഇലക്ട്രിക്കൽ സംബന്ധമായിട്ടുള്ള കംപ്ലയിൻറ്റ് വയറിങ്ങിൻ്റെ കംപ്ലയിൻ്റ് ആണ്. അത് നമ്മളെ ഹാൻഡിൽ റൊട്ടേഷൻ ചെയ്യുന്ന ഭാഗത്ത് വയറിങ് മൊത്തം പൊട്ടി കിടക്കുകയാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് സോൾഡർ ചെയ്തൊക്കെ എടുക്കേണ്ടതായിട്ട് വരും. പിന്നെ ചെയിൻ കംപ്ലയിൻ്റ് ആണ്, ചെയിൻ മാക്സിമം വലിഞ്ഞ് തീർന്നിട്ടുണ്ട്. തന്നെയല്ല ചെയിൻ സ്പോക്കറ്റ് മാക്സിമം അഡ്ജസ്റ്റിംഗ് ആണ്, തന്നെയല്ല അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ലൂസായി, ഈ ഭാഗമൊന്നും കറക്റ്റായിട്ട് പിടിക്കുന്നില്ല. പിന്നെ നമുക്ക് ഈ സസ്പെൻഷൻ ഉണ്ടല്ലോ, ഈ ചെയിൻ സ്പോക്കറ്റ് പിടിപ്പിക്കുന്ന സസ്പെൻഷൻ, അതിൻ്റെ ബെയറിങ്, ആ നീഡിൽ ബെയറിങ്ങിനും പ്ലേ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ശരിക്കും ആ സസ്പെൻഷൻ ബെയറിങ് മാറ്റിയതിന് ശേഷം ചെയിൻ സ്പോക്കറ്റ് മാറ്റിയിട്ടാലാണ് നമുക്കതിൻ്റെ മാക്സിമം നമുക്കതിൻ്റെ നല്ലൊരു പെർഫോമൻസ് കിട്ടുള്ളൂ. അതല്ലാന്നുണ്ടെങ്കിൽ സസ്പെൻഷൻ ബെയറിങ് കംപ്ലയിൻറ്റ് ഉള്ളതുകൊണ്ട് തന്നെ ചെയിൻ ചെറിയൊരു ഷെയ്ക്കായിട്ടായിരിക്കും വർക്ക് ചെയ്യുക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ചെയിൻ്റെ ലൈഫ് കുറവായിരിക്കും, പെട്ടെന്ന് കംപ്ലയിൻറ്റിലേക്ക് പോകും. ഇതിപ്പോൾ മാക്സിമം വലിച്ചു തീർന്നിട്ടുണ്ട്. ഈ ചെയിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ചെയിൻ ഇടയ്ക്ക് ഒരു 1000 കിലോമീറ്റർ അല്ലെങ്കിൽ മാസത്തിലൊരിക്കൽ ചെയിൻ ടൈറ്റ് ചെയ്യണം, ചെയിൻ ഓയിലൊക്കെ കൊടുത്ത് റെഡിയാക്കണം. ഇതൊക്കെ ചെയിൻ ഫുള്ള് ഡ്രൈ ആയി പോയൊക്കെ വെള്ളത്തിൽ കൂടെ ഓടി ഒരു തരി ഗ്രീസോ ഓയിലോ ഒന്നും ഇല്ലാത്തൊരവസ്ഥയിലാണ് ഇപ്പോൾ ചെയിൻ ഓടിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ചെയിൻ സ്പോക്കറ്റ് എന്തെങ്കിലും മാറണം, ചെയിൻ സ്പോക്കറ്റ് മാറ്റി ഈ സസ്പെൻഷൻ ബെയറിംഗ് കൂടി മാറ്റുമ്പോഴാണ് അത് കറക്റ്റ് ആവുള്ളൂ. പിന്നെ ബാക്ക് ബ്രേക്സൊക്കെ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ കമ്പനി ലൈൻഡർ അടക്കണം, ഹോണ്ടയുടെ ഒറിജിനൽ ലൈൻഡറാണ്. അപ്പോൾ ജസ്റ്റ് ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്തിട്ടാണ് മതി. പിന്നെ ജനറൽ സർവീസ് പറഞ്ഞതുകൊണ്ട് തന്നെ നമ്മൾ അതിൻ്റെ എയർ ഫിൽറ്ററിൻ്റെ ഭാഗമൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ട്. എയർ ഫിൽറ്റർ നമുക്ക് നമ്മൾ കിടക്കുന്നത് കമ്പനി ഫിൽറ്ററാണ്, ഹോണ്ടയുടെ ഒറിജിനൽ ഫിൽറ്ററാണ്. തൽക്കാലം വേണമെങ്കിൽ തുടച്ച് ക്ലീനാക്കി റീസെറ്റ് ചെയ്യാം. ബാറ്ററി നമുക്കിതുമ്പോൾ ഇരിക്കുന്നത് 2023 ബാറ്ററിയാണ്, ആമറോണിൻ്റെ ബാറ്ററി. ഞാൻ അതിൻ്റെ വോൾട്ടൊക്കെ നോക്കി 13 വോൾട്ട് വരെ കാണിക്കുന്നുണ്ട്. ലോഡ് കൊടുക്കുമ്പോൾ 9.5 വോൾട്ടിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ തീരെ മോശമൊന്നും പറയാൻ പറ്റില്ല. വോൾട്ട് ഒരല്പം ലോ ആണെങ്കിലും സെൽഫൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. പിന്നെ എഞ്ചിൻ ഓയിൽ നമ്മൾ നോക്കി, ഓയിൽ നോക്കുമ്പോൾ ഓയിലിൻ്റെ അളവാണ് ഈ കാണുന്നത് കേട്ടോ. നമുക്ക് 1 ലിറ്റർ ഓയിൽ വേണം, ആ സ്ഥാനത്ത് ഏകദേശം ഒരു 100 മില്ലി 150 മില്ലി ഓയിലാണ് ഇപ്പോൾ എഞ്ചിനിലുള്ളൂ. അപ്പോൾ ഇതിൻ്റെ നമ്മൾ ശ്രദ്ധിച്ചില്ലാന്നുണ്ടെങ്കിൽ എഞ്ചിൻ്റെ കേസ് തീരുമാനമാവും. കാരണം ഇത്രയും ലെവലൊക്കെ കുറഞ്ഞ് ഓടിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും എഞ്ചിൻ കംപ്ലയിൻറ്റിലേക്ക് പോകും, സിലിണ്ടർ പിസ്റ്റണൊക്കെ തേയ്മാനം വരും, പിന്നെ അത് വലിയ ചിലവിലേക്കൊക്കെ പോകട്ടെ. അതൊക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിച്ചേക്കാം. ഇതിപ്പോൾ എന്തായാലും ഇപ്പോൾ ഓയിൽ ലെവൽ കുറവുണ്ട്. ഓയിൽ ലെവൽ കുറവുള്ള സ്ഥിതിക്ക് സ്വാഭാവികമായിട്ട് നമ്മൾ ഒരു 1000 കിലോമീറ്റർ കഴിയുമ്പോൾ നിർബന്ധമായിട്ട് ഓയിൽ ചെക്ക് ചെയ്യാം. അതിന് ശേഷം നമ്മൾ കുറവുണ്ടെങ്കിൽ ടോപ്പപ്പ് ചെയ്ത് ഉപയോഗിക്കാം. പിന്നെ കാര്യമായിട്ട് കുറയണമെങ്കിൽ അത് എന്താണ് അതിൻ്റെ പ്രോബ്ലം എന്ന് കണ്ടെത്തി അത് സാധനം പരിഹരിച്ച് കൊടുക്കണം. സിലിണ്ടർ പിസ്റ്റൺ തേയ്മാനമാണ് സാധാരണ രീതിയിൽ അതിൻ്റെ കംപ്ലയിൻ്റ് ആയിട്ട് വരാറ്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചോളാം, കാരണം അത് നമ്മൾ ഗൗരവത്തിലെടുത്തില്ല എന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ പണി കിട്ടുന്ന കേസാണ്. പിന്നെ നമുക്ക് അതിൻ്റെ സെൽഫിൻ്റെ റിലേ യൂണിറ്റ് നമ്മൾ മാറ്റിയിട്ടുണ്ട്, അത് പുതിയ യൂണിറ്റ് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഈ ഭാഗത്തൊക്കെ ക്ലാവൊക്കെ പിടിച്ചിട്ട് കറക്റ്റായിട്ട് സെൽഫ് എടുക്കുന്നില്ല. പിന്നെ മെയിനായിട്ടുള്ള പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് അതിൻ്റെ റിലേയിലേക്ക് പറഞ്ഞാൽ ഈ എർത്ത് വയറൊക്കെയാണ് ഇവിടെ കട്ടായി കിടക്കുന്നത്. അപ്പോൾ 1-2 വയറുകളും കൂടി അതിനകത്ത് പ്രോബ്ലം ഉള്ളതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ അതും കൂടി ഒന്ന് സോൾഡർ ചെയ്തൊക്കെ ചെയ്ത് പിടിപ്പിച്ച് സെറ്റ് ആക്കേണ്ടി വരും. പിന്നെ സ്പാർക്ക് പ്ലഗ് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യണം. അതിന് ചെറുതായിട്ട് ഓയിൽ മയം കത്തണേൻ്റെ ഒരു ഇത് പ്ലഗിൽ കാണാനുണ്ട്. ഇപ്പോൾ ക്ലീൻ ചെയ്ത് ഇടാം, വേണമെങ്കിൽ ഈ പറഞ്ഞ പോലെ ക്ലീൻ ചെയ്ത് ഉപയോഗിക്കാം. അതിൻ്റെ ഫേസിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിലുള്ള കാർബൺ ഉണ്ട് കേട്ടോ. ഇത് അത്യാവശ്യം ഓട്ടമുള്ള സ്ഥിതിക്ക് സ്വാഭാവികമായിട്ടും മാറ്റി കളയണം നല്ലത്. കാരണം എന്ന് വെച്ചാൽ എയർ ഫിൽറ്റർ ഇപ്പോൾ അത് കിടന്നോട്ടെ, പ്ലഗ് നമുക്കിത് മാറ്റി പുതിയത് ഇടാം. കാരണം എന്ന് വെച്ചാൽ ഇത് ഇടയ്ക്ക് ഷോട്ടിങ് കാണിച്ച് കംപ്ലയിൻറ്റ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഓയിൽ മൈന്യൂട്ടായിട്ട് കയറി കത്തണുണ്ട്, അതാകുമ്പോൾ ആ പ്ലഗിൽ നോക്കുമ്പോൾ കൃത്യമായിട്ട് നമുക്ക് അറിയാനായിട്ട് പറ്റും. അതിൻ്റെ ആ ഭാഗത്ത് ആ ഫേസിൽ വന്ന ആ ഫയറിങ് നടക്കുന്ന ഭാഗം, ആ ടച്ചാവുന്ന ഭാഗത്ത് കരി അടിച്ചാൽ കൃത്യമായിട്ട് നമുക്ക് കാണാം അതിനകത്ത്. അപ്പോൾ അതിടയ്ക്കൊന്ന് ശ്രദ്ധിച്ചോണം, ഓയിൽ ലെവലൊക്കെ നോക്കിക്കോണം കേട്ടോ, അതല്ലെങ്കിൽ വലിയ പണിയായിട്ട് വരുന്നത്. പിന്നെ കാർബറേറ്ററുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് കംപ്ലയിൻറ്റുകളൊന്നും നിലവിൽ ഇപ്പോൾ നമ്മുടെ വണ്ടിക്ക് ഇല്ല. കാരണം E20 പെട്രോൾ ഉപയോഗിക്കുന്നതുകൊണ്ട് ഒട്ടുമിക്ക വണ്ടിയും കംപ്ലയിൻ്റ് ആണ്. അപ്പോൾ ഞാൻ ഓടിച്ച് നോക്കുമ്പോൾ അതിൻ്റെ ലക്ഷണങ്ങളൊന്നും നമ്മുടെ വണ്ടിക്ക് ഇപ്പോൾ നിലവിലില്ല. എപ്പോൾ വേണമെങ്കിലും കാണിക്കാം, ഓവർഫ്ലോ, മിസ്സിങ് അങ്ങനത്തെ പ്രശ്നങ്ങളാണ് സാധാരണ വരാറ്. ഇപ്പോൾ നിലവിലില്ലെങ്കിലും എപ്പോൾ വേണമെങ്കിലും കാണിക്കാം കേട്ടോ. നമ്മളിപ്പോൾ കാർബറേറ്ററിൻ്റെ ഭാഗം നോക്കണമെന്നില്ല. പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഫ്രണ്ട് ബ്രേക്കൊക്കെ നമ്മളൊന്ന് അയച്ചിട്ടുണ്ട്, ബ്രേക്ക് പാഡ് സെറ്റൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ബ്രാക്കറ്റൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റാക്കി ഇതാകാം. പിന്നെ നമുക്ക് അതിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് ചെറിയ മെയിൻ്റനൻസുകളുണ്ട്. ഇപ്പോൾ ഈ കോൺസെപ്റ്റ് ചെറിയൊരു അടി തുടങ്ങിയിട്ടുണ്ട്, നമുക്ക് ടൈറ്റ് ചെയ്ത് നോക്കാം. ഹാൻഡിൽ ചെറിയൊരു ടൈറ്റ് ഉള്ളതുകൊണ്ട് കറക്റ്റ് ആവുമോ അറിയില്ല, സെറ്റ് ചെയ്ത് നോക്കാം തൽക്കാലത്തേക്ക്. പിന്നെ അതേപോലെ തന്നെ ഫ്രണ്ടിലെ വീൽ ബെയറിങ്ങും കംപ്ലയിൻറ്റ് കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. അത് നമുക്ക് ആ ഫ്രണ്ട് ടയറൊക്കെ മാറ്റിയതിന് ശേഷം മാറ്റുമ്പോൾ ആ കൂട്ടത്തേക്കൂടെ വീൽ ബെയറിങ് കൂടി മാറ്റി കളയാം കേട്ടോ. ടയർ ഫ്രണ്ട് തീർന്നേക്കണതാണ്. അപ്പോൾ വലിയ വീശലും പാളലൊന്നും വേണ്ട, വല്ലവിടെയും സ്കിഡ് ചെയ്തൊക്കെ വീഴാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത് നോക്കി വെച്ചേക്കാം. ടയർ മാറ്റി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് വീൽ ബെയറിങ് കൂടി മാറ്റിയിടണം കേട്ടോ. ഇനി അതല്ല കൂട്ടത്തിൽ മാറ്റണമെന്നുണ്ടെങ്കിൽ പറഞ്ഞോളൂ, കൂട്ടത്തിൽ തന്നെ നമുക്ക് ചേഞ്ച് ചെയ്തിടാം. ഞാനിപ്പോൾ തൽക്കാലം എസ്റ്റിമേറ്റിൽ പെടുത്തുന്നില്ല, അത് വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ട് പറഞ്ഞാൽ മതി. അപ്പോൾ നിലവിൽ ഇതൊക്കെയാണ് നമ്മുടെ വണ്ടിയുടെ വർക്കുകൾ. പിന്നെ സ്പീഡോമീറ്റർ വർക്ക് ചെയ്യാത്തതിൻ്റെ കംപ്ലയിൻറ്റ് എന്ന് പറഞ്ഞാൽ മീറ്റർ മെക്കാനിസം കംപ്ലയിൻറ്റാണ്. ഈ ഇരിക്കുന്ന യൂണിറ്റേ കേബിൾ പിടിപ്പിക്കുന്നത്.
അപ്പോൾ അതാദ്യം റെഡി ആക്കണം. അതിന് ശേഷം കേബിളും ഈ ഗിയർ സെറ്റ് കൂടി മാറ്റിയാലാണ് മീറ്റർ റെഡിയാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ മീറ്ററിന് ഏകദേശം എനിക്ക് തോന്നുന്നു 700 മെക്കാനിസം 780 800 കണ്ട മെക്കാനിസം മാത്രം വരും. ഗിയർ സെറ്റ് ഒരു 200 280 300 ഏകദേശം ആ റേഞ്ച് വരും. ഞാൻ നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് പറയാം. മീറ്റർ അതേപോലെ മീറ്റർ മെക്കാനിസവും ക്രൗണ് പിന്നെ സെറ്റ് സ്പീഡോമീറ്റർ കേബിൾ അത്ര ഐറ്റം എസ്റ്റിമേറ്റ് കാണിക്കാം. എന്തായാലും വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ട് റിപ്ലൈ ഇട്, അതനുസരിച്ചിട്ട് എന്തെങ്കിലും നമ്മൾ ചെയ്യുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്താ പ്രോബ്ലം എന്ന് വെച്ചാൽ നമ്മൾ വണ്ടി കയറിയേക്കണത് വൈകി തന്നെ കയറിയേക്കണേ. അപ്പോൾ കാരണം ഫസ്റ്റ് ബുക്കിംഗ് വണ്ടികൾ കഴിഞ്ഞിട്ടാണ് നമ്മൾ വണ്ടി കയറിയേക്കണം. മുൻകൂട്ടി പറയാതെ വന്നതുകൊണ്ട് നമുക്ക് കറക്റ്റ് ഒരു ഐഡിയ കിട്ടിയിട്ടില്ല. അപ്പോൾ അത് കഴിഞ്ഞാൽ വർക്കുകൾ ബാക്കിയത്തെ വർക്ക് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ നമ്മൾ കയറിയേക്കണേ. അപ്പോൾ ഇത് സ്വാഭാവികമായിട്ടൊന്നും തീരില്ല, നാളത്തേക്ക് ആവുള്ളൂ. അപ്പോൾ അതൊന്ന് അറേഞ്ച് ചെയ്തോണം കേട്ടോ. സമയം കണക്കാക്കി സമയം കൂട്ടി ഒന്ന് അറേഞ്ച് ചെയ്തേക്കാം. അപ്പോൾ ഇത്രയും വർക്കുണ്ട്. ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സപ്പിൽ ഇടാം, എസ്റ്റിമേറ്റും കാര്യങ്ങളൊക്കെ ഇടാം. അപ്പോൾ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടോളൂ. ഓക്കെ.